ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ കുടയും പിടിച്ച് എവിടോട്ട് പോകുകയെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കോളേജിലേക്ക് പോവുകയാണ്. ഞാൻ പോകുന്നത് വൈകുന്നേര സമയത്താണ്. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് ഇന്ന് രാത്രി 1 മണിക്ക് സ്റ്റാഫ് ടൂർ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷമുള്ള പതിവാണ് സ്റ്റാഫ് ടൂർ പോകുക എന്നുള്ളത്. ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് കയറി കല്ലുവാതിക്കൽ ഇറങ്ങി, അവിടെ നിന്ന് ഇനി ഫാസ്റ്റിന് കയറി കൊട്ടിയത്തിറങ്ങി, അവിടെ നിന്ന് ഓട്ടോയിൽ നേരെ കോളേജിലേക്ക് പോകണം. അപ്പം ഞാൻ ബസ്സിൽ കയറുന്നതെന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ കോളേജിലേക്ക് എത്താറായി. അപ്പോൾ സ്റ്റാഫ് ടൂർ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇടുക്കിയിലേക്കാണ് കേട്ടോ. അപ്പോൾ രാത്രി 1 മണിക്ക് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക അധ്യാപകരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൂറിന് പോകുന്ന ഒരുവിധമുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേനും. എന്ന് വെച്ചാൽ രാത്രി നമ്മൾ 12 മണിക്കൊക്കെ ഇറങ്ങി വരിക എന്ന് പറയുന്ന ഇച്ചിരി ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് പിന്നെ നേരത്തെ വന്ന് കുറച്ച് നേരം നമ്മൾ സ്റ്റേ ചെയ്ത് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ടൂറിന് പോകാനായിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും ഒരുവിധം ടീച്ചേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി നമ്മൾ കോളേജിനടുത്തുള്ള സൽവ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് ഫ്രഷായി 1 മണിയായപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി. വെട്ടമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറി ടൂറിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റായി, എല്ലാവരും കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്റ്റാഫ് ടൂറാണ്. എല്ലാ വർഷവും നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് ഈ സ്റ്റാഫ് ടൂർ എന്ന് പറയുന്നത്. ഭയങ്കര സംഭവം സെറ്റാണ് കേട്ടോ. നമുക്കൊന്ന് റിഫ്രഷ്ഡ് ആവാൻ, ഒരു വർഷത്തെ എല്ലാ ജോലികളും തീർത്ത് അക്കാഡമിക് ഇയർ എൻഡ് ആകുമ്പോൾ നമുക്ക് ടൂറും പോയി ഒന്ന് റിഫ്രഷ്ഡായി അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നല്ല സെറ്റ് ടൂറായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ നേരെ കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിലാണ് എത്തിയത്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതാന്ന് രാവിലെ 5 മണിയായപ്പോൾ ഞാൻ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആവാനൊക്കെ പോയി. അവിടെ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കിഡിലൻ ആംബിയൻസ് ആണ് കേട്ടോ ഈ സ്കൂളിൽ. കട്ടപ്പനയൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നുള്ള വ്യൂ തന്നെ നല്ല ഭംഗിയായിരുന്നു കാണാനും. ചെറിയൊരു കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല കിഡിലൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ കണിയേണ്ടതെല്ലാം കൊള്ളാം, നല്ല കാഴ്ചയായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കുളിച്ചൊരുങ്ങി സെറ്റായി എല്ലാമൊക്കെ റെഡിയായി. ഞാനിവിടെ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാം റെഡിയായി ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുമായിരുന്നു. നല്ല കിട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ചായ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ അവിടെ. അപ്പം നല്ല ചൂട് കോഫിയും അപ്പവും ചിക്കൻ സ്റ്റൂവും പിന്നെ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല കിട്ടിലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. കേരളത്തിൻ്റെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ തന്നെ ജില്ലകൾ എന്തൊരു ഭംഗിയാണല്ലേ. രാവിലെയും മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ വന്നത് കൊട്ട വെയിലും വിയർപ്പും ദേഹം മൊത്തം ചൂടുകുരുമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ താണ്ടി ജീവിച്ച് പോകുന്നത്. ഇവിടെ അതാ നല്ല തണുപ്പ്. രാവിലെയൊക്കെ എന്തൊരു വൈബായിരുന്നു അറിയാമോ. അത് നമ്മുടെ ഫുഡൊക്കെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അടിപൊളിയായിട്ടും കഴിഞ്ഞു പോയിട്ട് ഇനി അടുത്ത് എന്താണ് വണ്ടി കയറി തുള്ളലും പാട്ടും ഡാൻസും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ ഇടുക്കി ഡാം എന്ന് പറയുന്ന പ്രോജക്റ്റ്, അതായത് കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആർച്ച് ഡാമിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിന് മുന്നേ? ഇല്ല. എന്നാ സാറ് കാണിച്ചു തരാം. ഫോട്ടോല കേട്ടാ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ 3 ഡാമുകളിൽ ചെറുതോണി അണക്കെട്ടിന് മാത്രമേ ഷട്ടർ ഉള്ളൂ. അപ്പൊ ഇടുക്കി ഡാം തുറന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ഡാം തുറന്നതാണ്? ചെറുതോണി. ഏറ്റവും വലിയ അണ്ടർ വാട്ടർ, അതായത് ഭൂമിക്ക് അടിയിലൂടെയുള്ള ജലവൈദ്യുത പദ്ധതിയാണ് അത്. പിന്നെ ഇടുക്കി ഡാമിന്റെ, അതായത് മൂലമറ്റത്താണ് അതിന്റെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും വെള്ളം അണ്ടർഗ്രൗണ്ട് വഴി കൊണ്ടുപോയാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത്, വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇടുക്കി ഡാമിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ ഇടുക്കിയെക്കുറിച്ച് വിശാലമായ ക്ലാസ്സൊക്കെ കേട്ട ശേഷം നമ്മൾ നേരെ നമ്മളെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. കാൽവരി മൗണ്ട്. അവിടേക്ക് നമ്മൾ ട്രക്കിൽ പോകണം കേട്ടോ. കുടുങ്ങിക്കൊണ്ട് നമ്മളെല്ലാവരും പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല പൊടിയും മണ്ണൊക്കെ ഇങ്ങനെ അടിച്ച് കയറും. പക്ഷേ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ പൊന്നൊരു സ്വർഗ്ഗലോകത്താണ് കേട്ടോ. കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിയൊരു ബോർഡൊക്കെ വെച്ച് നമ്മൾ ചെന്നിറങ്ങുന്നത് ഒരു സ്വർഗ്ഗലോകത്തേക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ നടന്ന് ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നു, നമ്മൾ സത്യം പറഞ്ഞാൽ അയ്യോ, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഈ തെക്കോട്ടൊക്കെ വന്നാൽ ജില്ലകളിലൊക്കെ ഇതൊന്നും കാണാനേ ഇല്ലല്ലോ. ഹൈ റേഞ്ചിലോട്ട് പോകുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ്. പിന്നെ എവിടെ പോയാലും നല്ല സ്ഥലത്ത് എത്തുകയാണെങ്കിൽ നമ്മൾ നിറയെ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർത്ത് നമ്മൾ കുറേ വീഡിയോസ് എടുത്തോട്ടെ. ഇതൊക്കെ ഒരു ഓർമ്മയില്ല, ഇനി എപ്പോഴും ഒക്കെ എടുത്ത് നമുക്ക് നോക്കി കണ്ടുകൊണ്ടിരിക്കാമല്ലോ. പിന്നെ നമ്മളീ നിൽക്കുന്നതിനടുത്തൊരു ക്യാമ്പിൻ്റെ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ക്യാമ്പുണ്ട്, പക്ഷേ ഭയങ്കര വിലയായിരുന്നു കേട്ടോ എല്ലാത്തിനും. ഇത് കൊള്ളാം. മറ്റേ കറക്റ്റ് ഒരു കുതിരയുടെ പുറത്തോടെ കയറിയ സ്നേഹ സെറ്റ്. ചേച്ചി ചേച്ചി ഇവിടെ ചിരിക്കുന്നുണ്ടോ?
ആനന്ദ് സാറിന് കുതിരയും കൂടെ കൊടുക്കും. ഇന്നാ നാളെ വെള്ളിയാഴ്ച ഈ കഴുത് കോവർ കഴുത് കറക്റ്റായി അച്ഛൻ. അങ്ങനെ ഞങ്ങൾ കാൽവരി മൗണ്ടിനകത്തേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് നടന്ന് നമ്മൾ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ സൈറ്റുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മളെല്ലാവരും നടന്നങ്ങ് പോയി കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് പോകുന്നുള്ളത്. കാൽവരി മൗണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതാണ്ട് വലിയ മൗണ്ടനിൽ നമ്മൾ നടന്ന് അണ്ടം പറയുമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത് കേട്ടോ. പക്ഷെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ, ഞാൻ കണ്ട് ബ്ലിങ്കിപ്പോയി കേട്ടോ. കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ആ വാട്ടർ അങ്ങ് സ്റ്റില്ലായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക്, പക്ഷേ വേവ്സ് ഉണ്ട്, അത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കി എന്തോ ഒരു ഭംഗിയാണ്, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. നമ്മൾ ഈ കാൽവരി മൗണ്ടിൻ്റെ മുകളിൽ നോക്കുന്ന സംഭവം താഴെ നമ്മൾ അഞ്ചുരുളി ടണലെത്തുമ്പോഴത്തേനും അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാം. നമ്മൾ അഞ്ചുരുളി ടണലാകുമ്പോൾ താഴെ എത്തും. അപ്പോൾ താഴെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ പോയത് ഇടുക്കി ഡാം, ആർച്ച് ഡാം കാണാനാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ പോയി നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് വലിയ കാര്യത്തിലാണ് പോയത്. പക്ഷേ ചമ്മിപ്പോയി. അവിടെ ഈവൻ ഒരു വാട്ടർ ബോട്ടിൽ പോലും കയറ്റത്തില്ല. സ്മാർട്ട് വാച്ച് ഊരി വെക്കണം, മൊബൈൽ വെക്കണം, ബാഗ് വെക്കണം, ഒന്നും കയറ്റത്തില്ല. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി നോട്ട് അലൗഡ്. ഫോൺ വെച്ചിട്ട് പോകണം. അപ്പോൾ നമ്മൾ ഫോണെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് പോകണം ഫോണൊക്കെ. അപ്പോൾ നമുക്ക് ആകെ കാണാവുന്നതായി ഈ ഒരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്താണ് നമ്മൾ ഇടുക്കി ഡാം, ആ ആകാശം കാണുന്ന, ആ മഞ്ഞ് കാണുന്ന അങ്ങപ്പുറത്ത് നമ്മുടെ ഇടുക്കി ഡാമാണ് കേട്ടോ. ഇത് മനുഷ്യനിർമ്മിതമായൊരു അത്ഭുതമാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്നറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇതെല്ലാം. എന്തൊരു എൻജിനീയറിങ്, എന്തൊരു ആർക്കിടെക്ചർ. ഇത് മനുഷ്യരുണ്ടാക്കിയത് തന്നെ ആണോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഭയങ്കര സംഭവം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ ഇടുക്കി ആർച്ച് ഡാം, കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് മനുഷ്യനിർമ്മിതമായ സാധനം കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഒരു എംബറാസ്മെൻറ്റ് വരത്തില്ല. നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാകത്തില്ല. പോയി കാണണം. നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി കേട്ടോ. നമ്മൾ ചുരമെല്ലാം ഇറങ്ങിയ ശേഷമാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയത്. അപ്പം ഫുഡ് ചോറും പിന്നെ സദ്യ പോലെ കറികളും മീൻ വറുത്തതുമായിരുന്നേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ചോറൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. സാമ്പാറൊക്കെ സാധാ സാമ്പാർ, പക്ഷേ അതൊക്കെ ഭയങ്കര രുചി പോലെ തോന്നി. വിശപ്പ് കൂടുതലുണ്ടെങ്കിൽ ആഹാരത്തിന് രുചി ഭയങ്കര കൂടുതലായിട്ട് തോന്നുള്ളൂ. അങ്ങനെയാണ്. ഞാൻ ആർത്തിയോടുകൂടി തീറ്റിയായിരുന്നു കേട്ടോ. മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അപ്പം വിശാലമായിട്ടൊന്നും കഴിച്ചു. അവിടെ നേരെ ഇറങ്ങി നമ്മൾ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണ് ഇത്. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ക്രൈസ്റ്റ് എന്നായിരുന്നു കേട്ടോ. അപ്പം നല്ല ഫുഡ്, ഒരുവിധം നല്ല നോർമലായിട്ടുള്ള സാധാ ഫുഡായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വണ്ടി കയറിയിരുന്ന് വിശാലമായിട്ടൊന്ന് ഉറങ്ങണമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും വണ്ടി കയറി. ഞാൻ എന്തായാലും സുഖമായിട്ട് ഇറങ്ങിയപ്പോൾ ആ കോട്ട് വൈക്ക് അടിച്ച് വിടുന്നുണ്ട്. ഇപ്പം നമ്മൾ അഞ്ചുരുളിയിൽ എത്തി കേട്ടോ. അപ്പോൾ അഞ്ചുരുളിയിൽ എത്തിയപ്പോഴത്തെ ആരോ പറഞ്ഞു അവിടെ ഫുള്ള് വെള്ളമാണ്, വെള്ളത്തിൽ കൂടെ പോകണം, പാൻറ്റൊക്കെ നനയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പോവാതെ വലിയ കാര്യത്തിൽ ജാട അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് താഴെ കൂടെ ഒക്കെ പോയപ്പം ഇത് സംഭവം കൊള്ളാം കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. കൊള്ളാം. നമ്മൾ ഈ വലിച്ചെറിയുന്നതിനെക്കാട്ടും മെച്ചമല്ലേ ഇങ്ങനെ വൃത്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈനിലൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നത്. അപ്പോൾ ഈ അഞ്ചുരുളിയിൽ അവിടെ നിന്നുള്ളൊരു കുഞ്ഞ് അരുവിയാണ് കേട്ടോ. ഈ അവിടെ നിന്ന് അഞ്ചുരുളി ടണലിൽ നിന്ന് ഇത് ആക്ച്വലി വെള്ളം കൊണ്ടുപോകാനങ്ങാണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വലിയ പിടുത്തമില്ല. നമ്മൾ ആർച്ച് ഡാമിലേക്ക് അങ്ങോട്ടത്തേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട്, വെള്ളം കടത്തി വിടാനായിട്ട് ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന ഈ പുഴ, ഈ നദിയാണ് കേട്ടോ നമ്മുടെ അവിടെ നിന്ന് മറ്റേ കാൽവരി മൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ അഞ്ചുരുളി പൊളിയാണ് കേട്ടോ. ഞാൻ വെച്ച് ടണലൊക്കെ ആകുമ്പോൾ എനിക്ക് ക്ലോസ്ട്രോഫോബിയ ഉള്ളതുകൊണ്ട് ശ്വാസം മുട്ടും പോകണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ചെന്നപ്പോൾ അടിപൊളി, പോയില്ലാന്ന് മിസ് ചെയ്താണെന്ന് വിചാരിച്ചു. അങ്ങനെ
എല്ലാം കഴിഞ്ഞ് തിരിച്ച് യാത്ര പുറപ്പെട്ടു. രാത്രി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല വിശപ്പായി, ചായയും കുടിച്ചിട്ടില്ലായിരുന്നു, തലവേദനയായി. ഫസ്റ്റ് ഒരു ചായ കുടിച്ചു, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഷെയറാക്കി ഫുഡ് മേടിച്ചു കേട്ടോ. പാഴിക്കളയുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അങ്ങ് തീരും. അങ്ങനെ ഒരപ്പവും കുറച്ച് ചിക്കൻ സ്റ്റൂവും കഴിച്ചു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തു. ചില്ലി ചിക്കൻ കഴിച്ചു. നേരെ വണ്ടിയിൽ കയറി. ഇരുട്ടാണ് ഗൈസ്, കൂരിട്ട് പാതിരാത്രിയായി കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴത്തേനും 10:45. പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, തളർന്നുപോയി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി. തലേന്ന് വാങ്ങിച്ചൊരു അലുവയുടെ പീസും കഴിച്ചിരിക്കുന്ന ഞാനാണിത്. ചക്ക അലുവയാണ് കേട്ടോ, നല്ല കിടിലൻ അലുവയായിരുന്നു അത്. സോ നമ്മളങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടേ. നല്ല കിടിലൻ ടൂർ എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോസ് എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ 11 മണിയൊക്കെ 10:30 ആവറായപ്പോഴാണ് കോളേജിൽ തിരിച്ചെത്തി. പിന്നെ തിരിച്ച് നമ്മളിനി വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ലതായിട്ട് ടയേർഡായി, തൊണ്ടയൊക്കെ അടിച്ചു പോയി കേട്ടോ. വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി എങ്ങോട്ടും ചക്കയലുവ കഴിക്കാൻ കേട്ടോ ബാലു. ആയി പറ, ചക്കയലുവ കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഏലപ്പാറ ഹൈ റേഞ്ചൊക്കെ ഇറങ്ങി താഴെ വന്നിട്ട് ഒരു മുണ്ടക്കലൊരു സ്ഥലം, അവിടെ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നമ്മൾ അലുവ വാങ്ങിയിട്ടുണ്ട്, ചക്ക അലുവ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാവരും എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ നമ്മുടെ കോളേജിലെ സ്റ്റാഫ് ടൂറിന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ കമൻറ്റ് ബോക്സിൽ. പിന്നെ നമ്മുടെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാതെ വരെ ടാറ്റാ, ബൈ ബൈ.